അർദിഈഹി നസ്രാസുൽ മതങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അർദിഈഹി ഒരാളെക്കുറിച്ച്. ഹദീസിൽ കാണാം അർദിഈഹി എന്ന്. അർദിഈഹി ആരെക്കുറിച്ച് പറഞ്ഞത്? അർദിഈഹി ഖംസ റദാഅത്ത് 5 പ്രാവശ്യം പാൽ കുടിപ്പിക്കാൻ പറഞ്ഞു നസ്രാസുൽ മതങ്ങൾ. വളർത്തുമകൻ. ആരാ വളർത്തുമകൻ? ചാടിക്കുമ്പത്തിന് പറയാം അർദിഈഹി ഖംസ റദാഅത്ത് എന്ന് പറയുന്നത്. അത് ഇദ്ദേഹത്തെക്കുറിച്ചാണ്. സാലിം. ഈ സാലിം ആരാ? സാലിം മൗല അബി ഹുദൈഫയാണ്. ഈ അബൂ ഹുദൈഫ അദ്ദേഹത്തിൻ്റെ പേര് മിഹിഷം അല്ലെങ്കിൽ ഹിഷാം എന്നാണ്. ഹിഷാം അല്ലെങ്കിൽ മിഹിഷം. ഉത്ബ ഇബ്നു റബിയ ഉണ്ടല്ലോ, ഉത്ബ ഇബ്നു റബിയൻ്റെ മകനാണ് അവർ അബൂ ഹുദൈഫ. ഈ ഉത്ബൻ്റെ മകളാണ് ആര്? ഹിന്ദ് ബിന്തു ഉത്ബ, അബൂ സുഫിയാൻ്റെ ഭാര്യ. ഈ ഉത്ബൻ്റെ സഹോദരനാണ് ആര്? ഷൈബ. ഈ ഉത്ബൻ്റെ മകനാണ് ആര്? അൽ വലീദ് ഉത്ബ ഷൈബ. ഞാനിവിടെ എഴുതിയത് എങ്ങനെ ഇതിൻ്റെ ചരിത്രം എങ്ങനെ നമുക്ക് കിട്ടുക? 3 ആളെ എഴുതുമ്പോൾ ഒരു പ്രധാന ചരിത്രമാണത്. ഇവർ 3 ആളും ഉത്ബയും ഷൈബയും വന്നത്. അതിലൊരു വലീദുണ്ട്. വീരപ്പുലി അലി വലീദോട് ഉരപ്പെടാറില്ലേ? വീരപ്പുലി അലി വലീദിനോടാണ് പോരാടിയത്. അതാണ് ഈ വലീദ്. ഉത്ബയുടെ സഹോദരൻ ഷൈബത്ത്, ഉത്ബൻ്റെ മകൻ വലീദ്. ഈ ഉത്ബയോട് ഉബൈദത്തും, ഷൈബയോട് ഹംസയും, വലീദിനോട് അലിയാണ് ഏറ്റുമുട്ടിയത് ബദറിൽ. നമ്മുടെ വിഷയം ഈ ഉത്ബ ഇബ്നു റബീഅ ഇബ്നു അബ്ദുഷംസ് ഇബ്നു അബ്ദു മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറത്ത് ഇബ്നു കഅബ്, അങ്ങനെയാണ് ഒരു പോവുക. ഈ ഉത്ബൻ്റെ മകനാണ് അബൂ ഹുദൈഫ. അബൂ ഹുദൈഫ ബദറിലുണ്ട്. എവിടെ? മുസ്ലിമീങ്ങളുടെ കൂടെ. വാപ്പ തന്ന യുദ്ധത്തിന് ഇറങ്ങിയിട്ട് വാപ്പ നോക്കുന്നത് അബൂ ഹുദൈഫനെയാണ്. പക്ഷേ അബൂ ഹുദൈഫനെ ഇറങ്ങാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചില്ല. അബൂ ഹുദൈഫ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു സഹ്ല ബിന്ത് സുഹൈൽ. ഈ സഹ്ല ബിന്ത് സുഹൈൽ ഇബ്നു അംർ അൽ ആമിരി അൽ ഖുറശിയാണ്. ഈ സുഹൈൽ ഇബ്നു അംറാണ് ആര്? ഹുദൈബിയ സന്ധിയിൽ വ്യവസ്ഥ ചെയ്താൻ വേണ്ടി വന്ന സുഹൈൽ ഇബ്നു അംർ, സുക്രാൻ ഇബ്നു അംർ, സലീത്ത് ഇബ്നു അംർ, ഇവരൊക്കെ സഹോദരങ്ങളാണ്. ഈ സുക്രാൻ ഇബ്നു അംറിനെയാണ് സൗദ റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചിരുന്നത്. സുക്രാൻ മരിച്ചപ്പോഴാണ് സൗദയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചത്. ഈ സുഹൈൽ ഇസ്ലാമിൻ്റെ ഭയങ്കര ശത്രുവായിരുന്നു. പക്ഷേ മകൾ സഹ്ല ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ട് ആദ്യത്തെ മുഹാജിറുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ സഹ്ല ബിന്ത് സുഹൈൽ. ഈ സഹ്ലയെയാണ് അബൂ ഹുദൈഫ കല്യാണം കഴിച്ചിരുന്നത്. ഓക്കെ. അബൂ ഹുദൈഫ എന്ത് ചെയ്ത്? ഒരു അൻസാരി സ്ത്രീയുടെ മൗലയായിരുന്നു സാലിം. അൻസാരി മഹദിയുടെ മൗലയായിരുന്നു സാലിമിനെ അബൂ ഹുദൈഫ വാങ്ങിയിട്ട് ദത്തുപുത്രനായിട്ട് സ്വീകരിച്ചു. ശരിക്കും സാലിം മൗല അബി ഹുദൈഫ എന്നാ പറയാ. മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫൻ്റെ മൗല അല്ല, ഒരു അൻസാരി സ്ത്രീയുടെ മൗലയാണ് സാലിം. പക്ഷെ സാലിമിനെ വാങ്ങിയിട്ട് അബൂ ഹുദൈഫ ദത്തുപുത്രനാക്കിയിട്ട് വെച്ചു ചെറുപ്പത്തിൽ. അപ്പോൾ ദത്തുപുത്രനാക്കുമ്പോൾ അബൂ ഹുദൈഫക്കും സഹലക്കും സാലിമാരാ മകനാണ്. അങ്ങനെ മകനാക്കിയിട്ട് വളർത്തിയതാണ്. ചെറുപ്പത്തിൽ കുട്ടീനെ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സെയ്ദ് എങ്ങനെയായിരുന്നു? സെയ്ദ് ഇബ്നു മുഹമ്മദ് ആയിരുന്നു. അതേപോലെ തന്നെ സാലിം ഇബ്നു അബി ഹുദൈഫ ആയിരുന്നു. ഇവർ മകനാക്കിയിട്ട് വളർത്തിയതാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? ഈ ദത്തുപുത്ര സമ്പ്രദായം അവസാനിപ്പിച്ചു. ഉദൂഹും ലി ആബാഇഹിം, വാപ്പാരിലേക്ക് ചേർത്ത് പറയണം. ഒരിക്കലും ഈ പരിപാടി പാടില്ല. സാലിം ഇബ്നു അബി ഹുദൈഫ പാടില്ല, വാപ്പയിലേക്ക് ചേർത്ത് പറയണം. ഇനി വാപ്പാരെ അറിയപ്പെടാത്ത ആളുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? ഫ ഇഖ്വാനുക്കും വ മവാലിക്കും, നിങ്ങളുടെ മൗലമാരാണ്, നിങ്ങളുടെ ഇഖ്വാനാണ്. അങ്ങനെയാണ് സാലിം ആരായി മാറിയത്? മൗല അബി ഹുദൈഫയായി മാറിയത്. അപ്പോൾ ഈ സാലിം ചെറിയ കുട്ടിയായിരിക്കെ അവരെ വളർത്തിയതാരാണ്? സഹലയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഭാര്യയും ഭർത്താവും അറയിലാകുമ്പോൾ അറയിലേക്ക് വരും. കുട്ടിയായിരിക്കും, അങ്ങനെയല്ലേ? മാത്രമല്ല ഈ ദത്തുപുത്ര സമ്പ്രദായം അവസാനിപ്പിച്ചപ്പോൾ സാലിം എന്താ ചെയ്യുക? സാലിം ഇവരുടെ വീട്ടിലേക്ക് വരും, അറയിലേക്ക് വരും. അപ്പോൾ അറയിലേക്ക് വരുമ്പോൾ അബൂ ഹുദൈഫക്ക് ഭയങ്കര അനിഷ്ടം.
അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ അനിഷ്ടം നന്നായി പ്രത്യക്ഷപ്പെട്ടു. അത് സഹല കാണുന്നുണ്ട്. അബൂ ഹുദൈഫിനെ പോലെ അകറ്റി നിർത്താൻ പറ്റൂല ആർക്ക്? സഹലക്ക്. ആരെ? സാലിമിന്. കാരണം അങ്ങനെ കുട്ടിയായിട്ട് വളർത്തിയല്ലേ. അപ്പോഴാണ് സഹല വന്നിട്ട് പറയുന്നത്, റസൂലെ, സാലിം ഞങ്ങളുടെ മകനായിരുന്നു, ഞങ്ങളൊരു മകനായിട്ട് വളർത്തിയതാണ്. ഇപ്പോഴാണ് ഇതാ സാലിമിൻ്റെ പോലുള്ളവരുടെ വിഷയത്തിൽ ആയത്തിറങ്ങിയത്, ഇനി മകനാക്കാൻ പാടില്ലാന്ന്. എന്ത് ചെയ്യും? സാലിമാകട്ടെ എൻ്റെ അടുത്തേക്ക് വരികയാണ്. ഞങ്ങളുടെ വീട് ഇടുങ്ങിയ വീടാണ്. ആ ഇടുങ്ങിയ വീട്ടിൽ അറയിലേക്കൊക്കെ സാലിം വരുന്നുണ്ട്. അബൂ ഹുദൈഫക്ക് അത് കാണുമ്പോൾ ഭയങ്കര അനിഷ്ടം, പ്രയാസം. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോഴാണ് പറയുന്നത് സാലിമിന് എന്ത്, അർദിഇഹി ഖംസ റദഅാത്ത്, 5 തവണ പാൽ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സഹല പറയാണ്, റസൂലെ കൈഫ ഉർദിഉഹു വഹുവ റജുലുൻ കബീർ, വലിയ ആളായിട്ടുണ്ട്, ചിലർതിൽ താടി വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെയുണ്ട്. ലഹ്യത്തിൻ, താടിയുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. താടിയുള്ള പറഞ്ഞാൽ വലിയ താടിയുള്ള, താടി മുളച്ച് തുടങ്ങിയ ആൾ എന്ന അർത്ഥത്തിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചു. വഖാല അർദിഇഹി ഖംസ റദഅാത്ത്, 5 തവണ പാൽ കൊടുക്കാൻ പറയണം. മനസ്സിലായില്ലേ? പിന്നെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പാൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ പിന്നെ അബൂ ഹുദൈഫയുടെ മുഖത്ത് കാണുന്ന ആ നീരസം, അനിഷ്ടം അത് പോയി പോകും എന്ന് പറയണം. അങ്ങനെ പിന്നെ സഹല 5 തവണ സാലിമിന് പാലൂട്ടി കൊടുത്തു. എന്നിട്ട് പിന്നെ സഹല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറയുന്നത്, റസൂലെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അബൂ ഹുദൈഫൻ്റെ മുഖത്തുള്ള അനിഷ്ടമൊക്കെ പോയി, ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് അവിടെ അർദിഇഹി. പക്ഷേ ഈ പാൽ കൊടുത്തത് എങ്ങനെ, അത് വേറെ വിഷയം. പാൽ കൊടുത്തത് അവരെ മടിയിലിരുത്തി പാൽ കൊടുത്തു എന്നല്ല. പിന്നെയോ തബഖാത്തിൽ ഇബ്നു സഅദി സംഭവത്തിൻ്റെ പൂർണ്ണത കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്, പിന്നെ അവർ പിന്നെ എന്ത് ചെയ്യും, പാലെടുത്തിട്ട് എന്ത് ചെയ്യും, പാലെടുത്തിട്ട് ഒരിടത്ത് വെക്കും. അത് സാലിം എടുത്ത് വന്ന് കുടിക്കുമായിരുന്നു. സാലിം ആ പാലെടുത്ത് വന്ന് കുടിക്കുമായിരുന്നു. അത് അങ്ങനെ 5 തവണ കുടിച്ചു. അതിൽ പിന്നെയാണ് എന്ത് ചെയ്തത്, പിന്നെ അവർ പിന്നെ സാലിമിനെ ഒരു മകനായിട്ട്, മുലകുടി ബന്ധത്തിലുള്ള ഒരു മകനായിട്ട് സ്വീകരിച്ചത്. മനസ്സിലായി? അത് ഈ സാലിമിന് മാത്രമുള്ള ഒരു വിഷയമാണ് അല്ലേ. ആയിഷ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കിയത് സാലിമിനെ പോലുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് ബാധകമാണ് എന്നാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെല്ലാവരും ആയിഷയെ ആ വിഷയത്തിൽ എതിർത്തു. അത് സാലിമിന് മാത്രമുള്ള ഒരു ഹുക്മാണ്, സാലിമിൽ പരിമിതമാണ്. കാരണം അത് സാലിമിൻ്റേത് ഒരു പ്രത്യേക കേസായിരുന്നു. അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കേസിൽ പറഞ്ഞ ഒരു തീരുമാനവും വിധിയുമാണത് എന്നാണ് പറഞ്ഞത്. അതാണ് ശരി. സാലിം മൗല ഹദീഫയുടെ വിഷയത്തിൽ മാത്രമാണ് ആ ഒരു ഖംസ റദഅാത്തിൻ്റെ ആ ഒരു വിഷയം. അതാണ് ശരി. കാരണം ആരും എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ പിന്നെ പാലൂട്ടിയിട്ട് എന്ത് ചെയ്തിട്ടില്ല, വലിയവരെ പാലൂട്ടിയിട്ട് മക്കളെ മുടിബന്ധത്തിലുള്ള മക്കളാക്കിയിട്ട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിരീശ്വര നിർമ്മതവാദികൾ, അതേപോലെ തന്നെ ഈ യുക്തിവാദികളെന്ന് പറഞ്ഞിട്ട് വായാടികളും ഉണ്ടല്ലോ, ഇതൊക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് അലക്കും. പക്ഷേ അതിൻ്റെ ആ ചരിത്രം അവർ മനസ്സിലാക്കണില്ല, അത് എന്തുകൊണ്ടാണെന്നുള്ളത്. ഈ സാലിം എങ്ങനെ വളർന്നു, ആരായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. പിന്നെ ആ പാല് കൊടുത്തത് എങ്ങനെയെന്നുള്ളതും മനസ്സിലാക്കണില്ല.